നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം നടന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി സെക്കൻഡ് ടൈം എക്സാമിനേഷൻ ഡിസംബർ 2024 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷയുടെ സമയം 2 മണിക്കൂർ, കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ആയിരുന്നു. മാക്സിമം സ്കോർ 60. ഇതിൽ ആകെ 3 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ആദ്യത്തെ സെക്ഷനിൽ ഏതെങ്കിലും 6 എഴുതണം. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 3 മാർക്ക് വീതം. രണ്ടാമത്തെ സെക്ഷനിൽ ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 16 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എഴുതണം, 4 മാർക്ക് വീതം. മൂന്നാമത്തെ സെക്ഷനിൽ ഏതെങ്കിലും 3 എഴുതണം. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ 6 മാർക്ക് വീതം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ കൺസിഡർ എ സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3 ഓൺ എ ഈസ് റിഫ്ലക്സീവ് ഓൺലി, സിമെട്രിക് ഓൺലി, ട്രാൻസിറ്റീവ് ഓൺലി, ഈക്വലൻസ് റിലേഷൻ. ഇതിൽ ശരിയായ ആൻസർ ട്രാൻസിറ്റീവ് ഓൺലി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ കൺസിഡർ എ റിലേഷൻ ആർ സെറ്റ് 1, 2, 2, 3 ഓൺ എ. Add a number of ordered pairs so that the enlarged relation is an equivalence relation. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആകണമെങ്കിൽ എത്ര എലമെൻസിൻ്റെ കൂടണം ചോദിച്ചിരിക്കുന്നു? 7 ആണ്. ഇതിൽ 1, 2, 3 എന്ന എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 1, 1 വേണം, 2, 2 വേണം, 3, 3 വേണം. കൂടാതെ 1, 2, 2, 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചെഴുതുന്ന 2, 1ഉം 3, 2ഉം വേണം. അതിനുശേഷം 1, 2ഉം 2, 3 ഉള്ളത് കൊണ്ട് ട്രാൻസിറ്റീവ് ആകാൻ വേണ്ടി 1, 3 വേണം. അപ്പോൾ 1, 3 വന്നാൽ തിരിച്ച് 3, 1 ഉണ്ടായിരിക്കണം. ഇങ്ങനെ ആകെ 7 എലമെൻറ്റ്സ് ആണ് ഇതിൽ വേണ്ടത്. രണ്ടാമത്തെ ചോദ്യത്തിൽ ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് റേഞ്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതിൻ്റെ ആൻസർ സി ആണ്. ഓപ്പൺ ഇൻറ്റർവൽ -π/2 to π/2. അടുത്ത ചോദ്യത്തിൽ ഫോർ ദ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഇവാലുവേറ്റ് കോട്ട് ഇൻവേഴ്സ് -1 പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് -√2 പ്ലസ് സീക്ക് ഇൻവേഴ്സ് 2. ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ കോട്ട് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ പൈ മൈനസ് π/4. ഇവിടെ 1 ആയതുകൊണ്ടാണ് π/4. കൊസീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞാൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x ആണ്. അപ്പോൾ ആൻസർ കിട്ടുന്നത് ഇവിടെ -π/4. സീക്ക് ഇൻവേഴ്സ് 2 എന്നത് കോസ് ഇൻവേഴ്സ് 1/2 തുല്യം. അത് π/3 അല്ലെങ്കിൽ 60 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 10π/12. അത് കട്ട് ചെയ്യുമ്പോൾ 5π/6 ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിൽ ഇഫ് എ ആൻഡ് ബി ആർ സിമെട്രിക് മെട്രിസസ് ഓഫ് ഓർഡർ ദെൻ എ ബി മൈനസ് ബി എ ഈസ് ആൻസർ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് എക്സ് എന്നിട്ട് ഇവിടെ 3 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടുമെന്ന് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ 2 മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, 2, 4. അതുപോലെ അടുത്ത മെട്രിക്സ് താഴോട്ട് എഴുതി 0, 2x. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 പ്ലസ്, അതായത് 6 × 0 0, 2 × 2 4, 4 × x 4x. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 4x = 0, അതായത് 4x = -4, x = -1 എന്ന് കിട്ടും ആൻസർ. നാലാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഇൻ്റർവൽ ഇൻ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് 0 <= x <= π ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് = -കോസ് എക്സ്. അവിടുന്ന് x = -π/4 എന്നും π - π/4 എന്നും 2 ആൻസർ കിട്ടും. ഇതിൽ 0യ്ക്കും പൈക്കും ഇടയ്ക്കുള്ളത് π - π/4 അഥവാ 3π/4 ആണ്. അപ്പോൾ ഇവിടെ ഇൻ്റർവൽ എടുക്കേണ്ടത് 0 തൊട്ട് 3π/4 വരെ, പിന്നീട് 3π/4 തൊട്ട് π വരെ. ഇതിലുള്ള 0 തൊട്ട് 3π/4 വരെയുള്ള ഏതെങ്കിലും ഒരു വില കൊടുക്കുമ്പോൾ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇൻ്റർവൽ 0 to 3π/4. 3π/4 തൊട്ട് π വരെയുള്ള സ്ഥലത്ത് ഡിക്രീസിങ്ങുമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിന് 1 മാർക്കാണ്. ഡിനോമിനേറ്റർ ഉള്ളതിൻ്റെ ഡെറിവേറ്റീവാണ് മേളിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ലോഗ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ് ഉത്തരം. അടുത്ത രണ്ടാമത്തതിൽ ഇൻ്റഗ്രൽ 1/x² - 6x + 13. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 6ൻ്റെ പകുതി 3² പ്ലസ് ചെയ്യുന്നു മൈനസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം വരുന്ന ഭാഗം x - 3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഇത് 4 എന്ന് വരും, അത് 2².
1/x² + a² എന്ന ഫോമിൽ വന്നതുകൊണ്ട് 1/a tan ഇൻവേഴ്സ് x/a. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ 1/2 tan ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് x-3/2 + e ആണ് ആൻസർ. ആറാമത്തെ ചോദ്യത്തിൽ റൈറ്റ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ d²y/dx² + dy/dx the whole square + xy = 0. ഇതിൻ്റെ ഓർഡർ എന്നത് 2, ഡിഗ്രി 1. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. വേരിയബിൾ സെപ്പറബിൾ ആണ്. dy/dx = 1 + y² / 1 + x². അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ, അതായത് ഡിവൈയുടെ താഴോട്ട് 1 + y² dx അപ്പുറത്തോട്ടും പോകുമ്പോൾ ഇൻ്റഗ്രൽ dy/1 + y² = ഇൻ്റഗ്രൽ dx/1 + x². ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് y, ഇവിടെ tan ഇൻവേഴ്സ് x + c. ഏഴാമത്തെ ചോദ്യത്തിൽ ഇഫ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എനി ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആൻഡ് a.b = a × b, ഇതിൻ്റെ മോഡുലസ്, ദെൻ തീറ്റ ഈസ്, തീറ്റയുടെ ആൻസർ കിട്ടുന്നത് π/4 ആണ്. അതായത് മോഡുലസ് a × b-യും മോഡുലസ് a.b-യും ഈക്വൽ ആയിട്ട് വരുന്നത് π/4-നാണ്. അടുത്ത ചോദ്യത്തിൽ മോഡുലസ് a - b കണ്ടുപിടിക്കാനാണ്. മോഡുലസ് a2-ഉം മോഡുലസ് b3-യും അതുകൂടാതെ a.b 4-ഉമാണ്. അപ്പോൾ a - b ഹോൾ സ്ക്വയർ = നമുക്ക് ഇങ്ങനെ എഴുതാം a + b × a + b. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ a.a - a.b - b.a + b.b. ഇതിനെ മോഡുലസ് എയുടെ സ്ക്വയർ എന്ന് എഴുതാം. ഇത് തിരിച്ചെഴുതിയാൽ a.b തന്നെയാണ്. അപ്പോൾ 2 a.b + b². മോഡുലസ് a 2 തന്നിട്ടുണ്ട്, മോഡുലസ് b 3-യുമാണ്. അപ്പോൾ 2² - a.b 4 ആയതുകൊണ്ട് 2² - 2 × 4 + 3². ആൻസർ 5 എന്ന് വരും. അപ്പോൾ മോഡുലസ് a - b എന്നത് √5. എട്ടാമത്തെ ചോദ്യത്തിൽ ഒന്നാമത്തെ ഭാഗത്ത് കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് വെക്റ്റർ ഇക്വേഷൻ എഴുതാനാണ്. വെക്റ്റർ ഫോം എന്നത് ഇങ്ങനെ r = a + λb. അപ്പോൾ r = 5i - 4j + 6k + λ × 4i + 7j + 2k. ഇത് എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ എക്സിൻ്റെ x - x1, y - y1, z - z1 എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം ഇവിടെ വരും. എയുടെ സ്ഥാനത്ത് ലാംഡയുടെ കൂടെ വരുന്നത് ഈ താഴെയുള്ള ഭാഗം 472 എന്നത് താഴെ 4i + 7j + 2k. അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കാൻ b1.b2 ബൈ മോഡുലസ് b1 × മോഡുലസ് b2 ആണ്. അതാണ് കോസ് തീറ്റ. കോസ് തീറ്റ = b1.b2 ബൈ മോഡുലസ് b1 × മോഡുലസ് b2. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത് മേളിൽ 16, താഴെ ഓരോന്നിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ കിട്ടുന്നത് √6ഉം √50ഉം, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √100. അപ്പോൾ തീറ്റ = കോസ് ഇൻവേഴ്സ് 16/√300 ആണ് ആൻസർ. അടുത്ത സെക്ഷനിൽ ഏതെങ്കിലും 6 ചോദ്യങ്ങൾ എഴുതണം. 9 മുതൽ 16 വരെ ചോദ്യങ്ങളുണ്ട്, 4 മാർക്ക് വീതം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ? ആൻസർ ബി ഓപ്ഷൻ ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൽ ഇഫ് x = a × cos θ + θ × sin θ ആൻഡ് y = a × sin θ - θ × cos θ ഫൈൻഡ് dy/dx. ഇത് പാരാമെട്രിക് ഫോമാണ്. എക്സ് ഒരു സൈഡിൽ y ഒരു സൈഡിൽ എഴുതുന്നു. ആദ്യം dx/dθ കാണുന്നു. അപ്പോൾ കിട്ടുന്നത് a × θ × cos θ. dy/dθ കാണുമ്പോൾ കിട്ടുന്നത് a × θ × sin θ. നമുക്ക് വേണ്ട dy/dx ആണ്. അപ്പോൾ രണ്ടാമത്തേനെ ആദ്യത്തെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ a ക്യാൻസലായി, മിച്ചമുള്ള തീറ്റ ക്യാൻസലായി, sin/cos എന്നത് tan. അപ്പോൾ tan തീറ്റയാണ്. ആൻഡ് 10ാമത്തെ ചോദ്യത്തിൽ എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് ടിൻ 5 cm by 24 cm is to be made into a box without the top cutting off square from each corner and folding up the flaps. What would be the side of the square to be cut off so that the volume of the box is maximum? ഇതിന് 4 മാർക്കാണ്. ഇവിടെ വോളിയം മാക്സിമം ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വോളിയത്തിൻ്റെ ഇക്വേഷൻ ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ്. അപ്പോൾ x × 45 - 2x × 24 - 2x. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 3rd ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. പിന്നെ ഡെറിവേറ്റീവ് = 0 കൊടുത്ത് ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിന് 18 എന്നും 5 എന്നും 2 ആൻസർ കിട്ടും. അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ d²v/dx² = 24x എന്ന് -276 എന്ന് വരും. ഈ ആൻസറിന് എക്സിന് 5 കൊടുത്തു കഴിയുമ്പോൾ <0 ആയതുകൊണ്ട് v ഈസ്, അതായത് വോളിയം ഈസ് മാക്സിമം അറ്റ് 5ലാണ് മാക്സിമം വോളിയം കിട്ടുന്നത്. 11ാമത്തെ ചോദ്യത്തിൽ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -π/2 to π/2 sin⁵5x × dx. ഇതിൻ്റെ ആൻസർ വരുന്നത് 0 ആണ്. കാരണം ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ആൻസർ 0.
അടുത്തത് ഇൻ്റഗ്രൽ -1 to 2 മോഡുലസ് എക്സ് ക്യൂ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അവിടുന്ന് സോൾവ് ചെയ്ത് എക്സ് 0യും എക്സ് -1 എക്സ് +1 എന്നിങ്ങനെ 3 വിലകൾ കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: -1 to 0 എക്സ് ക്യൂ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ക്യൂബ്. കാരണം നെഗറ്റീവാണ് ഇവിടെ വരുന്നത്, അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് ക്യൂബ് എന്ന് ആവും. ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 എക്സ് ക്യൂ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 11/4 എന്നാണ്. 12ാമത്തെ ചോദ്യത്തിൽ ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ y സ്ക്വയർ ഇസിക്കൽ ടു 4x y ആക്സിസ് ആൻഡ് ദ ലൈൻ y ഇസിക്കൽ ടു 3. ഇതിന് 1 മാർക്കാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് 9/4. ഇത് സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി വൈ എന്ന് എഴുതണം. വൈക്ക് ലിമിറ്റ് കൊടുക്കുന്നത് 0 to 3. എക്സിൻ്റെ സ്ഥാനത്ത് y²/4 എന്ന് കൊടുക്കും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നത് 9/4. രണ്ടാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ x²/4 പ്ലസ് y²/9 ഈക്വൽ ടു 1 യൂസിങ് ഇൻ്റഗ്രേഷൻ. 3 മാർക്ക്. ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്: x²/4 പ്ലസ് y²/9 ഈക്വൽ ടു 1 എന്നതിനെ y ഇസ് ഈക്വൽ ടു ആക്കി മാറ്റുമ്പോൾ 3/2 √4 മൈനസ് x² എന്ന് കിട്ടും. അതിനുശേഷം റിക്വയർഡ് ഏരിയ എന്നത് 4 ഇൻറ്റു ഇൻ്റഗ്രൽ x0 to 2 3/2 ഇൻറ്റു 4 മൈനസ് x², അതിൻ്റെ റൂട്ട്. അതായത് ഇവിടെ 2ഉം 4ഉം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ 2 ഇൻറ്റു 3 6 ഇൻറ്റു x/2 റൂട്ട് ഓഫ്, ഇവിടുത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്: √(a² മൈനസ് x²). അപ്പോൾ x/2 ആ ക്വസ്റ്റ്യൻ പ്ലസ് a²/2. a എന്നത് 2 ആയതുകൊണ്ട് 2²/2 സൈൻ ഇൻവേഴ്സ് x/2 ലിമിറ്റ് 0 to 2. എക്സിൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഈ ഭാഗം 0 ആയി. പിന്നെയുള്ളത് 2² 4/2 2 ഇൻറ്റു സൈൻ്റെ വില ഇവിടെ എക്സിന് 2 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇത് 1 വരും. സൈൻ ഇൻവേഴ്സ് 1 എന്നത് π/2 മൈനസ് 0 കൊടുത്തു കഴിയുമ്പോൾ ഇത് മുഴുവൻ പോയിട്ട് 0. 2ഉം 2ഉം ക്യാൻസലായി മിച്ചമുള്ളത് 6π ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിൽ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² y ഇൻറ്റു ഡി എക്സ് മൈനസ് x³ പ്ലസ് y³ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു 0. ഇതിന് 4 മാർക്കാണ്. ഇത് ഹോമോജീനിയസ് ഫോമിലാണ് കിടക്കുന്നത്. dy/dx ഇസ് ഈക്വൽ ടു x²y/x³ പ്ലസ് y³. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു. ഹോമോജീനിയസ് ആയതുകൊണ്ട് ലെറ്റ് y ഇസ് ഈക്വൽ ടു vx എന്നിട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx ഇസ് ഈക്വൽ ടു x dv/dx പ്ലസ് v ഇൻറ്റു 1. ഇതിന് ഇക്വേഷൻ 2. ഇതും dy/dx ഇവിടെ dy/dx ആയതുകൊണ്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ v പ്ലസ് എക്സ് dv/dx ഇസ് ഈക്വൽ ടു x² vx/x³ പ്ലസ് v³ x³. ഇവിടുന്ന് x³ കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളയുമ്പോൾ x ഇൻറ്റു dv/dx ഇസ് ഈക്വൽ ടു v/1 പ്ലസ് v³ മൈനസ് v. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ ഓഫ് 1 പ്ലസ് v³/v⁴ ഇൻറ്റു dv ഇസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ dx/x. ഇതിൻ്റെ ഇൻ്റഗ്രൽ log x ആണ്. ഇവിടെ 2 ഭാഗങ്ങളാക്കി മുറിക്കുമ്പോൾ 1/v log v, ഇവിടെ -1/3 v³ എന്ന് വരും. വിയുടെ സ്ഥാനത്ത് y/x എന്ന് തിരിച്ച് ഇട്ട് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നത് x³/3y³ ഇസ് ഈക്വൽ ടു log cy. 14ാമത്തെ ചോദ്യത്തിൽ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² പ്ലസ് 1 ഇൻറ്റു dy/dx പ്ലസ് 2xy ഇസ് ഈക്വൽ ടു √x² പ്ലസ് 4. ഇത് dy/dx പ്ലസ് py ഇസ് ഈക്വൽ ടു q എന്ന ഫോമിലാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 1 പ്ലസ് x². അതിനുശേഷം ജനറൽ സൊല്യൂഷൻ കാണുമ്പോൾ y ഇൻറ്റു if ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ q ഇൻറ്റു if ഇൻറ്റു dx. if അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് 1 പ്ലസ് x² ആണ്. അതിവിടെ ഇട്ട് കൊടുക്കുമ്പോൾ y ഇൻറ്റു 1 പ്ലസ് x² ഇസ് ഈക്വൽ ടു q എന്നത് √x² പ്ലസ് 4/x² പ്ലസ് 1 ഇൻറ്റു if എന്നത് x² പ്ലസ് 1. ഇത് വെട്ടിപ്പോവും. √x² പ്ലസ് 4 ഇൻറ്റു dx ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ x/2 √x² പ്ലസ് 4 പ്ലസ് a²/2 അതായത് 4/2 log x പ്ലസ് ഈ ക്വസ്റ്റ്യൻ എഴുതി വെക്കുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. 15ാമത്തെ ചോദ്യത്തിൽ if I plus j plus k 2i plus 5j 3i plus 2j minus 3k and I minus 6j minus k are the position vectors of the points A, B, C and D respectively. Find the angle between AB and CD. Deduce that AB and CD are collinear. ഇതിന് 4 മാർക്കാണ്. എ ബി കണ്ടുപിടിക്കുമ്പോൾ i പ്ലസ് 4j മൈനസ് കെ എന്നും സി ഡി കാണുമ്പോൾ -2i -8j പ്ലസ് 2k എന്നും വരും.
കോസ് തീറ്റ, അതായത് ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ കോസ് തീറ്റ കാണുന്നു. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ -2 -32 -2 ഇത് ആഡ് ചെയ്യുമ്പോൾ 36 എന്ന് വരും. മോഡുലസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് ആവും. താഴെ വരുന്നത് √18 √72. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ 36 എന്ന് വരും. വെട്ടിപ്പോകുമ്പോൾ 1, അതായത് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1 0 എന്ന് കിട്ടും. ആംഗിൾ 0 ആയതുകൊണ്ട് AB ആൻഡ് CD ആർ പാരലൽ. 16ാമത്തെ ചോദ്യത്തിൽ ഫൈൻഡ് ദ ഷോർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. ഷോർട്ട് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മോഡുലസ് ഓഫ് B1 ക്രോസ് B2 ഡോട്ട് A2 മൈനസ് A1 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. ആദ്യം B1 ക്രോസ് B2 കാണണം. ഇതാണ് ഈ ഡിനോമിനേറ്റർ കൊടുത്താണ് B1, ഇത് B2. B1 ക്രോസ് B2 കാണുന്നത് ഇങ്ങനെയാണ്. ഡിറ്റർമിനൻറ്റ് IJK B1 എന്ന വെക്ടർ എല്ലാം എഴുതി, അതുപോലെ B2 എന്ന കോയിഫിഷ്യൻറ്റുകൾ. അതിനുശേഷം ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ -4i -6j -8k. B1 ക്രോസ് B2ൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ √116 എന്ന് വരും. A2 മൈനസ് A1 കാണുമ്പോൾ 4i -6j + 8k. A2 മൈനസ് A1ഉം B1 ക്രോസ് B2 കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -116. ഷോർട്ട് ഡിസ്റ്റൻസ് എന്നത് -116 ബൈ √116. മോഡുലസ് ഉള്ളതുകൊണ്ട് വെട്ടിപ്പോയിട്ട് ആൻസർ കിട്ടുന്നു √116. 17ാമത്തെ ചോദ്യം മുതൽ 20ാമത്തെ ചോദ്യം വരെ ഏതെങ്കിലും 3 എണ്ണം എഴുതണം. 6 മാർക്ക് വീതം. ഇവിടെ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാനാണ്. 3 ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ x = A ഇൻവേഴ്സ് B ആണ് മെട്രിക്സ് മെത്തേഡ്. ആദ്യം തന്ന ഇക്വേഷനിൽ നിന്ന് എയും ബിയും എക്സും എഴുതുന്നു. അതിനുശേഷം ഡിറ്റർമിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ ആൻസർ 9 എന്ന് കിട്ടും. ഡിറ്റർമിൻറ്റേഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആയത് കൺസിസ്റ്റൻ്റ് ആണ്. ഫാക്ടർ മെട്രിക്സ് കാണുന്നു. പിന്നെ അഡ്ജോയിൻ്റെ കൊഫാക്ടർ മെട്രിക്സ് കാണുമ്പോൾ കിട്ടുന്നത് 7 3 -1 -3 0 3 2 -3 1. അഡ്ജോയിൻ്റെ കാണുമ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ്. 7 -3 2 3 0 -3 -1 3 1. അഡ്ജോയിൻ്റ് എനെ ഡിറ്റർമിൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ A ഇൻവേഴ്സ് ആയി. അതിനെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ വില കിട്ടുന്നു 1 2 3. 18ാമത്തെ ചോദ്യത്തിൽ ഫംഗ്ഷൻ f(x) = x + cos x ഈസ്. ഇത് ഓൾവേസ് ഇൻക്രീസിങ് ആണ്. കാരണം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 - sin x വരും. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഓൾവേസ് ഇൻക്രീസിങ്. അടുത്ത 2ാമത്തെ ചോദ്യത്തിൽ റേഡിയസ് തന്നിട്ടുണ്ട്. അതിൻ്റെ റേറ്റ് 1/2. At what rate of the volume of the bubble increasing when the radius is 1 cm? ആൻസർ വരുന്നത് ഇങ്ങനെയാണ്. dr/dt തന്നിരിക്കുന്നു 1/2. വോളിയത്തിൻ്റെ ഇക്വേഷൻ സ്പിയറിൻ്റെ 4/3πr³ ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dv/dt = 4/3π × 3r² dr/dt. dr/dt 1/2 ഉം ആറിൻ്റെ സ്ഥാനത്ത് 1 എന്നും ഇടുന്നു. 3 ക്യാൻസലായിപ്പോയി. അപ്പോൾ ആൻസർ കിട്ടുന്നത് 2π cm³/s. അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം ഓഫ് ദി ഫംഗ്ഷൻ f(x) = -x³ + 12x + 5 x belongs to -3 to 3. ഇതിന് 3 മാർക്കാണ്. ആദ്യം ഫംഗ്ഷൻ -x³ + 12x + 5. ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -3x² + 12 ഇത് ഈക്വൽ ടു 0 കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ x = +or-2 എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് -6x. അവിടെ എക്സിന് -2 എന്നും +2 എന്നും ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് 12 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് ലോക്കൽ മാക്സിമം അറ്റ് x = -2. അതുപോലെ -2 ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്നു -11. മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ f(-2) കാണുന്നു. ആൻസർ -11 ആണ് ലോക്കൽ മിനിമം വാല്യൂ. f2' കണ്ടുപിടിക്കുമ്പോൾ -12 കിട്ടി. <0 ആണ്. ഫംഗ്ഷൻ ഈസ് മാക്സിമം അറ്റ് x = 2. ഈ 2 എന്നുള്ള വില നമ്മളെടുത്ത് ക്വസ്റ്റ്യനിൽ ഇടുമ്പോൾ ആൻസർ കിട്ടുന്നു 21. അതാണ് മാക്സിമം വാല്യൂ. 9ാമത്തെ ചോദ്യത്തിൽ ഇൻ്റഗ്രേഷനിലെ 3 ചോദ്യങ്ങൾ. ഇൻ്റഗ്രൽ 1 - sin x cos² x. ഇത് സെപ്പറേറ്റ് ആക്കി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ tan x - sec x + c എന്ന് കിട്ടും. 2ാമത്തെ ചോദ്യത്തിൽ ഇൻ്റഗ്രൽ e⁻x × x² + 1 x + 1 2 dx. ഇതിന് 2 മാർക്കാണ്. ഇത് ആദ്യം ഇത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്ന e⁻x - 2 × e⁻x × 1/1 + x + c. 3ാമത്തെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇൻ്റഗ്രൽ 5x + 3 √x² + 4x + 10 dx ആണ്. ഇതിനെ ടൈപ്പ് 2 വിഭാഗമാണ്. അപ്പോൾ 5x + 3 = a × ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ + b. അതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്ത്
സോൾവ് ചെയ്യുമ്പോൾ എ 5/2 എന്നും ബി -7 എന്നും കിട്ടും. ഈ വിലകൾ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിനോമിനേറ്ററൊക്കെ ഇട്ട് കഴിയുമ്പോൾ താഴെയുള്ള ഡെറിവേറ്റീവ് ആണ് മേളിലുള്ളത്, പക്ഷേ റൂട്ട് ഉള്ളതുകൊണ്ട് 2 റൂട്ട് എന്ന് വരും ആൻസർ. അപ്പോൾ 5/2 ഇൻറ്റു 2 റൂട്ട് ഡിനോമിനേറ്റർ, ഇവിടെ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 5 റൂട്ട് x² + 4x + 10 -7 ഇൻറ്റു dx ബൈ ഈ റൂട്ടിനകത്തുള്ളത്. അപ്പോൾ ഇത് x² + a² ആയതുകൊണ്ട് ലോഗ് x+2 പ്ലസ് റൂട്ട് ഈ ഡിനോമിനേറ്റർ. ഇതാണ് ഇതിൻ്റെ ആൻസർ. 20ാമത്തെ ചോദ്യത്തിൽ കൺസിഡർ ദ പോയിന്റ്സ് എ ബി ആൻഡ് ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ബി. യൂണിറ്റ് വെക്ടർ കാണാൻ ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എ ബി കാണുന്നു. അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്നത് -i - 2j + 2k/3 ആണ്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും കാണുന്നു. അതിനുശേഷം അത് പെർപെൻഡിക്കുലർ ആണോ എന്ന് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി കണ്ടുപിടിക്കുമ്പോൾ 0 എന്ന് കിട്ടി, അതുകൊണ്ട് അത് പെർപെൻഡിക്കുലർ ആണ്. അതിനുശേഷമുള്ള ചോദ്യത്തിൽ ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ മോഡുലസ് ഓഫ് എ ക്രോസ് ബി, ആൻസർ കിട്ടുന്നത് √450. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ വർഷത്തെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളും കുട്ടികൾ ആദ്യമായിട്ടായിരിക്കാം ചിലതെല്ലാം പരിചയപ്പെടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്